ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണേ. ഇതൊരു ന്യൂ ഇയർ കഴിഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അതായത് 2024 ഫസ്റ്റ് വ്ളോഗ് എന്ന് വേണം പറയാൻ. ന്യൂ ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എട്ടിൻ്റെ പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് ആദ്യം കിട്ടിയ പണിയെന്ന് വെച്ചാൽ പല്ലുവേദന കേട്ടോ. പല്ലിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ലൊരു ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല്ലിൻ്റെ അണപ്പല്ലിലാട്ടോ, ഒരു സൈഡിലായിട്ട് ഇങ്ങനെ. അതിനകത്താണെങ്കിൽ ആ ഒരു പല്ലിനകത്ത് തൊടാൻ വയ്യ, അത്രയ്ക്ക് വേദന. പിന്നെ മേലത്തെ ഒരു പല്ലിനാണെങ്കിൽ ഫുൾ അരപ്പിനും എന്താ എൻ്റെ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാണോ എന്തോന്ന് അറിയത്തില്ല. പുറമേ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ അകത്ത് നല്ലൊരു വേദനയുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടുള്ള പണി എന്ന് വെച്ചാൽ നമുക്കിവിടെ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ തീർന്നിട്ടില്ലയോ എന്ന് വെച്ചാൽ തീർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ പണി കിട്ടുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് നേരത്തെ നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പം അവിടെ 2 കുറ്റി ഉണ്ടായിരുന്നു. അതിലൊരു കുറ്റിയായിരുന്നു നമുക്ക് എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു നിറച്ചുകൊണ്ടിരുന്നത്. അമ്മ വരുമ്പം നിറച്ച് കൊണ്ട് തരും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്കൊരു കാർഡും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു കുറ്റിയും കൂടെ കിട്ടിയപ്പം നമുക്ക് 2 കുറ്റി തന്ന് അങ്ങനെ മാറി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട്, അതും അമ്മയ്ക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഓട്ടോ വിളിച്ചല്ലേ വരാൻ പറ്റത്തുള്ളൂ. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിവിടെ ഒരു ചേട്ടനുമായിട്ട് അറിയാവുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ മുഖേന നമുക്കൊരു ചേട്ടൻ ഗ്യാസ് എടുത്ത് ഇങ്ങനെ തരുമായിരുന്നു. നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി, അവരുടെ രീതിയിൽ അവരെടുത്ത് നമുക്ക് തരുമായിരുന്നു. അങ്ങനെ ഇപ്പം ഗ്യാസ് തീർന്നിട്ട് ഗ്യാസ് മേടിച്ചിട്ട് 3 മാസത്തിന് മേളിലായി കേട്ടോ. നമുക്ക് ഓണത്തിൻ്റെ സമയത്തായിരുന്നു നമ്മൾ ഗ്യാസ് എടുത്തത്. നമുക്ക് ഇപ്പം 3 മാസത്തിന് മേളിൽ നമ്മുടെ ഗ്യാസ് നിന്നു എന്ന് വേണം പറയാൻ. അതിനുശേഷം ഇപ്പം വിളിച്ചിട്ട് ആ ചേട്ടൻ നിലവിലില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ആ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പം നമുക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അറിയാവുന്ന ആ ഒരു ചേട്ടനെ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ ആരും നമ്മളെ ആ രീതിയിൽ സഹായിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തെങ്കിലും ഒപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ പോകാം എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ഇതാ കപ്പ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പോയി മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ മുളക് ഉടയ്ക്കുക കേട്ടോ. കപ്പയുടെ കൂടെ മുളക് ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട്, കുഞ്ഞുള്ളിയാണെങ്കിൽ അടിപൊളിയായിട്ടോ. സവോളയാണ് അരിഞ്ഞിട്ടത്. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, ഉപ്പും പുളിയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇളക്കി ഇങ്ങനെ ഞെരടി എടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനേക്കാൾ എനിക്കിഷ്ടം ഈ വറ്റൽ മുളക് ചുട്ട് ഉള്ളിയൊക്കെ ചുട്ടിട്ട് അമ്മിക്കല്ലിൽ അരയ്ക്കുമല്ലോ, എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് അല്ലേ. എനിക്ക് അതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അപ്പം ഇങ്ങനെ മുളക് ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ മുളക് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കുപ്പിയൊക്കെ കഴുകി എടുക്കുമായിരുന്നു. ഇന്ന് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. കാരണം ഇന്ന് വേറെ പണിയൊന്നും ഇല്ല, പരിപാലനം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞിന് എന്തായാലും 8:30 കഴിയുമ്പോഴത്തേക്ക് പോകും. അത്രയും സമയമുണ്ടല്ലോ. പിന്നെ ഓരോന്നൊക്കെ അങ്ങ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടൊക്കെ കുപ്പിയൊക്കെ കഴുകി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഞാനിങ്ങനെ നന്നായിട്ട് തേച്ച് കഴിയും കേട്ടോ. അന്നേരം ഇന്നങ്ങ് കഴിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതാ ചീനിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട്ടനും കൂടെ ആക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ തുണി മുക്കി വെക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കഴുകിയിടാം. കുഞ്ഞൻ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഫ്രീ ആവുമല്ലോ. അത് കഴിയുമ്പോൾ വന്നാൽ കഴുകിയിടാം. പിന്നെ ആയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലാട്ടോ, നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല തലവേദന വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കഴുകിയിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പിന്നെ തുണി മുക്കി വെച്ചിട്ട് വന്ന് പിന്നെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. ചീനി അങ്ങനെ ഞങ്ങൾ പിന്നെ ആദ്യമായിട്ടാണ് ചീനി രാവിലെ കഴിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലേക്ക് കഴിക്കുന്നതാണ് തോന്നുന്നു നല്ലത്. അങ്ങനെ പിന്നെ ചീനിയും മുളക് പൊടിച്ചതും പിന്നെ കട്ടനും നല്ല കോമ്പിനേഷനില്ല, അടിപൊളിയാണ്. അങ്ങനെ പിന്നെ കുഞ്ഞൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്കാണെങ്കിൽ കഴിക്കാൻ അങ്ങ് കൊതിയാവുമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് കുഞ്ഞൻ പറയുന്നത് കൊതിച്ച് നീ ഇരുന്ന് കഴിക്കുക, നീ എൻ്റെ ഇവിടെ ഇരുന്ന് കഴിക്കുക എന്നിങ്ങനെ പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഒരു പീസ് മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പം കഴിഞ്ഞൊരു ബ്ലോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കണ്ണിന് ചെറിയ പവർ കുറവുണ്ട് കേട്ടോ. എനിക്കൊരു കണ്ണിനാണ്. അപ്പം എനിക്ക് ഇങ്ങനെ കുറേ നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിൽ കുടികൂടാതെ വെള്ളം വരും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ തലവേദനയാവും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കണ്ണിന് നല്ലൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് കമൻസിനൊന്നും അധികം റിപ്ലൈ ഞാൻ തരാതെ, മറ്റേത് ഇടുന്ന സമയത്ത് ഞാൻ കമൻറ്റ് ഇടുമ്പോഴേ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ റിപ്ലൈ തരാതിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കണ്ണിന് അധികം സ്ട്രെയിൻ കൊടുക്കരുത് എന്ന് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതും കണ്ണാടി വെച്ച് കഴിയുമ്പം പിന്നെ വലിയ കുഴപ്പമില്ല, നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ണാടി വെച്ച് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ണാടി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളിനി കണ്ണാടിക്ക് പോയി മേടിക്കണം. അപ്പം അതുവരെ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പിന്നെ ഇനി നമുക്ക് ഒരു വട്ടം കൂടെ ഹോസ്പിറ്റലിൽ പോകണം, അന്നേരം നമുക്ക് കണ്ണാടിക്ക് എഴുതി തരുത്തുള്ളൂ കേട്ടോ. അപ്പം കുഞ്ഞിനും അതേപോലെ സെയിം ഒരു അവസ്ഥയാണ്. അപ്പോൾ വലിയ പവർ അല്ലെങ്കിലും ചെറിയൊരു രീതിയിൽ പവർ കുറവുണ്ട്. അപ്പോഴത്തേക്ക് കണ്ണിന് അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് ഫുൾ ടൈം സിസ്റ്റമൊക്കെ നോക്കുന്നതല്ലേ, ഫോണും ഇത് സിസ്റ്റം ലാപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അത് നേരത്തെ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഫോൺ ഇങ്ങനെ അധികം യൂസ് ചെയ്യാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനും കുറച്ച് ലേറ്റ് ആവുന്നത്. വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഡേ ഒരു വ്ളോഗ് എടുക്കുമ്പോഴത്തേക്ക് നല്ല പാടാണ്. അതിങ്ങനെ അത്രയും സമയമില്ല, അത്രയും നേരം നമ്മളിങ്ങനെ ഫോണിൽ സൂക്ഷിച്ചിട്ട് ഇത് നോക്കിയിട്ട് വേണ്ട എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെ ആട്ടോ നമ്മൾ വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിനെ പറഞ്ഞു വിട്ടിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം അതിന് മുന്നേ പോയി തുണിയെല്ലാം കഴിവിട്ടിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഇതാ അടുക്കളയൊക്കെ വൃത്തിയാക്കായിരുന്നു. ഞാൻ ഈ ഒരു സൈഡ് വൃത്തിയാക്കി എടുത്തേ കേട്ടോ. ഇതാ ഈ ഒരു സൈഡിൽ ഇപ്പുറത്തോട്ട് തിരിച്ചല്ല ഞാൻ വെച്ചിട്ട് സ്റ്റാൻഡ്, അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിയെല്ലാം അറേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കുമായിരുന്നു. കപ്പയൊക്കെ വേറൊരു പാത്രത്തിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ കിടക്കത്തില്ല. ഒന്നാമത്തെ കാര്യം നമുക്കിവിടെ സ്ഥലക്കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താട്ടോ ഓരോന്നും ഇങ്ങനെ വെക്കുന്നത് തന്നെ. ഇതിന് മുന്നേ നമ്മളാണെങ്കിൽ ഒരു കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് സമയത്ത് ബാഡ് കമൻറ്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്, നല്ല കമൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കിച്ചൺ മേക്ക് ഓവർ അല്ലല്ലോ, നിങ്ങൾ എല്ലാ സാധനങ്ങളും കുത്തി നിറയ്ക്കുന്ന ഒരു വീഡിയോ അല്ലേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്കിത് തീരെ സ്ഥലക്കുറവാണ് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇത് ഇച്ചിരി നല്ലതുപോലെ തോന്നുമെങ്കിലും തീരെ സ്ഥലക്കുറവാണ്. ഈ ഒരു കാണുന്ന സ്ലാവ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആ മേളിൽ കാണുന്ന കബോർഡും ആ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ തന്നെ പാത്രങ്ങളും നമുക്ക് ഈ പൊടികളും എല്ലാ സാധനങ്ങളൊക്കെ ഒരെണ്ണത്തിൽ വെച്ചേക്കുക. വലിയ സ്റ്റോറില്ല കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നത്. അപ്പം നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെക്കുകയും വേണമല്ലോ. നമുക്കും ആഗ്രഹങ്ങളില്ല ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം നമ്മൾ ഓരോന്ന് മേടിക്കും, എന്നിട്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുള്ളൂ. പിന്നെ മേടിക്കും. പിന്നെ നമുക്കിടയിലുള്ള പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഈ ഒരു സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ ഒന്നും ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എങ്ങനെ വീട് റെൻറ്റിനാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ ഒരു സാധനം കൂടുതലായി കേട്ടോ. ഞാനാണെങ്കിൽ ഈ വെളിയിൽ നിന്ന് ഫുഡൊക്കെ മേടിക്കുന്ന പാത്രങ്ങളൊക്കെ കിട്ടത്തില്ലേ, അത് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമല്ലോ. തലേന്ന് നമ്മളിപ്പം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പിറ്റത്തേക്ക് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കണമെങ്കിൽ ഇതിനകത്ത് പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലപോലെ ഒതുങ്ങി ഒരിടത്ത് ഇരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത സ്റ്റീൽ പാത്രങ്ങളെല്ലാം പറക്കി ഇങ്ങനെ അടച്ചടച്ച് വെച്ച് വെക്കണം. ഇതപ്പോൾ അടപ്പും കൂടെ ഉള്ളതുകൊണ്ട് സേഫായിട്ട് നന്നായിട്ട് അവിടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും ഫുഡിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലോ ഒക്കെ ഞാൻ അങ്ങനെ അതിനകത്താണ് വെക്കുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനം അതാട്ടോ. പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചിലതിനൊന്നും കട്ടി കുറവാണ്, ആ സമയത്ത് എടുത്ത് കളയും. അതുവരെ നമ്മളത് യൂസ് ചെയ്യും. അങ്ങനെ പിന്നെ ഇതാ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി പറക്കിയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇതാ നിങ്ങൾക്കൊരു അൺബോക്സിങ്ങും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം കുഞ്ഞൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് തന്ന സാധനമാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം കേട്ടോ. കിച്ചൺ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഞാനിത് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു മേടിക്കാൻ. ഇതും മേടിച്ചിപ്പം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. കുറച്ച് കഴുത്തിറങ്ങി കിടക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ 3 കോംബോയിൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതുകൂട്ട് കഴുത്തിങ്ങനെ നന്നായിട്ട് ഇറങ്ങി കിടക്കുമായിരുന്നു. പിന്നെ ഞാനത് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് കൊടുക്കാൻ. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ടോ. ഇതെനിക്ക് കുഞ്ഞൻ എന്നെ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എന്നൊക്കെ പറഞ്ഞു നിനക്ക് ഇത് കുറേ നാളുകൊണ്ട് പറയുന്നില്ലേ മേടിക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുഞ്ഞൻ തന്നെ ഞാൻ അറിയാതെ ഓർഡർ ചെയ്തേ കേട്ടോ. എന്നിട്ട് എൻ്റെ ഇത് വരാറായപ്പോഴാണ് പറഞ്ഞത് നിൻ്റെ മറ്റേ സാധനം വരുന്നുണ്ട് മേടിച്ചോടെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അടിപൊളിയായിട്ടോ. നല്ല കളറും നല്ല രസമുണ്ട്. എനിക്ക് ബ്ലാക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഗ്രീൻ അല്ല കേട്ടോ, ഒരു ബോട്ടിൽ ഗ്രീനാണ്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കളർ ഡിഫറൻസ് തോന്നിക്കും. ഇതിനകത്ത് എനിക്ക് ബ്ലാക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സാട്ടോ ചീത്തയായി പോകുന്നത്. എൻ്റെ ആണെങ്കിൽ കുറേ ചീത്തയായിപ്പോയി. ഈ ടീഷർട്ടിൻ്റെ ആയാലും ടോപ്പിൻ്റെയൊക്കെ ആയാലും ഈ വയറിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് ചീത്തയാവുന്നത്. അവിടെ നമ്മളിങ്ങനെ ചാരി നിന്നിട്ടല്ലേ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യും, പിന്നെ പാത്രങ്ങൾ കഴുകി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഈ അഴുക്ക് ഇങ്ങനെ തെറിക്കും. പിന്നെ ചാരി നിൽക്കുമ്പോൾ അവിടെ നിന്നൊക്കെ അഴുക്ക് പറ്റും. പിന്നെ ഈ കറിയൊക്കെ തെറിച്ച് നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ വീഴുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ എൻ്റെ മിക്ക ഡ്രസ്സുകൾ നശിച്ചു പോകട്ടെ. ഇപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പുറത്തോട്ട് പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടായിരിക്കും
അധികം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അതും കൂടെ നശിച്ചു പോയാൽ പിന്നെ ആകെ സീനാവണം. ഇത് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതൊരെണ്ണം മേടിക്കണമെന്നും പറഞ്ഞിട്ട്. എന്തായാലും അത് ഇപ്പോഴാണ് കേട്ടോ സാധിച്ചത്. അതുകൊണ്ട് എന്തായാലും മേടിച്ചത് എന്തായാലും കാര്യമായി. അത് പക്ഷേ ഉദ്ഘാടിക്കാൻ എനിക്ക് സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല. ഗ്യാസ് വന്നിട്ടേ ഞാൻ ഇനി ഉദ്ഘാടിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പോയിട്ട് നമ്മുടെ അകമൊക്കെ തൂത്ത് വാരുമായിരുന്നു. മുറ്റമൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ അകമൊക്കെ ഒന്ന് തൂത്ത് വാരി. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്, അവർക്ക് സന്തോഷമാകുന്ന ഒരു കാര്യമായിട്ടോ ഇതാ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞൊരു വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്ളോഗല്ല ഷോർട്സ് ഇട്ടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ട് വ്ളോഗ് നിർത്താൻ ഞാൻ ആലോചിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ പേര് വന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്തു, ചേച്ചി നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ട്. കമൻറ്റ്സ് മാത്രമല്ല കേട്ടോ, നമുക്ക് മെസ്സേജൊക്കെ കുറേ പേര് അയച്ചു, നിർത്തല്ലേ കണ്ടിന്യൂ ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാനും കൂടെ കേൾക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ എങ്ങനെ? അതുകൊണ്ട് ഞാൻ എന്തായാലും വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. പിന്നെ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നിർത്താനൊരു കാരണം എന്ന് പറയാൻ. കുറേ കമൻറ്റ്സ്, മെയിനായിട്ട് കമൻറ്റ്സ് വ്ളോഗിനകത്ത് ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ആട്ടോ വരുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് ഞാൻ തൂത്തൊക്കെ വാരിയിട്ട് പിന്നെ പോയി കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഫോണിൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് എനിക്ക് 1 മണി ആവുന്നതിന് മുമ്പേ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പം നമുക്ക് ഫുഡ് കുഞ്ഞിന് എന്തായാലും പുറത്തുനിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞിന് കൊടുത്തു വിടാൻ പറ്റത്തില്ലല്ലോ. പുട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി കഴിക്കും, നമുക്ക് കറണ്ട് അടുപ്പിൽ വെക്കാൻ പറ്റും. അതുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ അടുപ്പിച്ച് പുട്ടൊക്കെ ആട്ടോ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഇന്നതാ കുഞ്ഞൻ പറഞ്ഞു, നീ എന്തായാലും പുറത്തുനിന്ന് ഞാൻ മേടിച്ച് തരാം എന്ന് പറഞ്ഞ് ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്ത്. ഞാനാണെങ്കിൽ ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കാനാന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു ബിരിയാണി മേടിക്കുവാണെങ്കിൽ ഇതുകൊണ്ട് 2 പേരും കൂടെയൊക്കെ ആട്ടോ കഴിക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും കഴിക്കത്തില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ മണം തുറന്നപ്പോഴേ എൻ്റെ പൊന്നി രക്ഷയില്ലാത്ത മണമായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി എന്ന് വെച്ചാൽ, എനിക്ക് പ്രാന്താണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. അങ്ങനെ എന്തായാലും അടിപൊളിയായിരുന്നു. ഇതെവിടെ നിന്നാണ് മേടിച്ചതെന്ന് വെച്ചാലേ, ഇതെവിടുന്നായിരുന്നു, എഴുത്താണിന്നായിരുന്നു കേട്ടോ മേടിച്ചത്. അടിപൊളിയായിരുന്നു. 3 ഫ്രൈഡ് ചിക്കന്, സലാഡ്, പപ്പടം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അത്രയും ഞാൻ കഴിക്കത്തില്ല. ഞാൻ അന്നേരം കുഞ്ഞിനോട് പറഞ്ഞു ഇത്രയും ഞാൻ കഴിക്കത്തില്ല. എന്നിട്ട് പറഞ്ഞ് കഴിക്കിനി വെച്ചേക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ നിന്നായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. ബാക്കി ഞാനെടുത്ത് പിന്നെ പാത്രത്തിലാക്കി മാറ്റി വെച്ചേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഫ്രീ ടൈമിൽ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യും. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ബോട്ടിലിനകത്ത് പെയിൻറ്റ് അടിച്ച് വെച്ചിരുന്നതായിരുന്നു. പക്ഷേ ഈ കളർ എനിക്ക് അങ്ങോട്ട് എന്തോ അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അങ്ങനെ ഞാൻ ഇതൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ആ പെയിൻറ്റ് അടിച്ചാണല്ലോ, അതുകൊണ്ട് അത് അടിച്ചത് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ വേറെ കോട്ടും കൂടെ അടിച്ചപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ ഇളകാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചിരുന്നതാണ്, ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വിചാരിച്ചു എന്തായാലും നമ്മൾ വെറുതെ അടിച്ച് നമ്മൾ നശിപ്പിച്ച് കളയുന്നതിനാ, അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരച്ചു കൊടുക്കുക കേട്ടോ. വൈറ്റ് കളർ വെച്ചിട്ട് കൊള്ളാൻ തോന്നുന്നു, നല്ലൊരു കോമ്പിനേഷനാണെന്ന് തോന്നുന്നു, ബ്രൗണും വൈറ്റും കൂടെ. അങ്ങനെ കുഞ്ഞതായിട്ട് ഇങ്ങനെ വരച്ച് ഇങ്ങനെ എടുക്കുകയായിരുന്നു. അങ്ങനെ ഇത് പകുതി വരച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ ഫോൺ വന്നു, നീ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങണ്ടേ, 4 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പകുതി ആക്കിയതേ ഉള്ളൂ, ബാക്കി പിന്നെ വരയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. എൻ്റെ ഇത് കുഞ്ഞ് ടെൻഷനാക്കും, ഒരു 4 മണിയാകുമ്പോൾ നീ വരണമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് നീ ഒരുങ്ങിയില്ലേ എന്ന് പറഞ്ഞ് 3:30 എപ്പോഴും ഞാനത് വരച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങി, കൈ കിട്ടിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ട് പെട്ടെന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ അതിൽ കൂടെ നടന്നായിട്ട് വന്നത്. റോഡൊക്കെ നല്ല അടിപൊളിയാക്കി ടാറൊക്കെ ഇട്ട് അടിപൊളിയാക്കി. അങ്ങനെ കല്ലന്താഴത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ബസ് അപ്പോഴെന്നെ കിട്ടിയിട്ടോ. ഞാൻ ഓടി വന്ന് അതിനകത്ത് കയറി. നല്ല തിരക്കായിരുന്നു, ഒന്നും നല്ലപോലെ നിൽക്കാൻ പോലുള്ള സ്ഥലമില്ലായിരുന്നു കേട്ടോ. പിന്നെ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി. അങ്ങനെ പിന്നെ കുറച്ച് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിന്നു. എങ്ങനെയൊക്കെയോ ഞാനിങ്ങനെ എത്തിപ്പറ്റി. ഞാൻ 4 മണിയായപ്പോൾ വന്നു കേട്ടോ. ഈ കുഞ്ഞനാണെങ്കിൽ ലേറ്റായി, 4 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നെയാണെങ്കിൽ വെപ്രാളം പിടിപ്പിച്ച് ഞാൻ വന്ന് നിർത്തിയിട്ട് ആ മനുഷ്യനാണെങ്കിൽ ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ കുറച്ച് ടെസ്റ്റ് നമുക്ക് ആദ്യം ചെയ്തതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്താ കുഞ്ഞിൻ്റെ മുഖത്ത് വലിയൊരു കുരു, ഞാൻ ഫോട്ടോ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ കുരു തെളിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ്, നീ ഒറ്റരുത്തി കാരണമാണ് എൻ്റെ മുഖം മൊത്തം കുരുവാകുന്നത്. ഞാനെന്താ ചെയ്യാനാ? ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. ഈ മുഖത്ത് ഈ കുരുക്കൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടിക്കല്ലേ എന്ന് പറയും. ഈ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ആയി വരുമ്പോഴേ ഇങ്ങനെ
അങ്ങ് പൊട്ടിച്ചിട്ട് ദേഹം മൊത്തം മുഖം മൊത്തം പാടാക്കി ഇങ്ങനെ വെച്ചേക്കോട്ടെ. കറുത്ത പാടുകളാണ് അങ്ങനെ ആക്കി വെച്ചേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊട്ടിക്കല്ലേ എന്ന്. അതിന് പറയാം പൊട്ടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും പറഞ്ഞിരിക്കുക. ഇനി എന്തെങ്കിലും അലർജി ആണോ എന്ന് അറിയത്തില്ല, ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ണാടി നോക്കാൻ കയറി കേട്ടോ. ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 2 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറേ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി തലയ്ക്ക്. കാരണം ഇങ്ങനെ മാറ്റി വെച്ച് നോക്കുമ്പോൾ അന്നേരം കുഞ്ഞൻ പറഞ്ഞു നമുക്ക് പിന്നെ നോക്കാം ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പിന്നെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഒരു ഘോഷയാത്രയായിരുന്നു കേട്ടോ. ഈ കുട്ടികളുടെ തന്നെ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ തന്നെ സ്വർണ്ണ കപ്പ് നേടിയതിൻ്റെ ഘോഷയാത്രയായിരുന്നു കേട്ടോ. വരുന്ന വഴിക്കൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ നിരനിരാന്നിങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിലോട്ടാണ് വന്നത്. അവിടുത്തെ ആ റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്ത് നല്ല രസമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ കുറേ വീഡിയോസ് കുറച്ചേ എടുത്തോളൂ കേട്ടോ. അധികം അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു. സൺസെറ്റ് എന്തായാലും കാണാൻ പറ്റി നേരത്തെ ചെന്നതുകൊണ്ട്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു. ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചാലോ എന്നിങ്ങനെ തോന്നിയപ്പോൾ 2 ഐസ്ക്രീം വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ഒക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഒരു ചെറിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളവിടെ നിന്നപ്പോൾ നമ്മൾ 2-3 സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. നമ്മുടെ സബ്സ്ക്രൈബർ ആണോ എനിക്കറിയില്ല. ജസ്റ്റ് നമ്മുടെ അടുത്ത് വീഡിയോ എടുക്കുന്നതല്ലേ എന്നൊക്കെ വന്ന് നമ്മുടെ ചോദിച്ചായിരുന്നു. അങ്ങനെ 1-2 പേര് നമ്മളടുത്ത് വന്ന് സംസാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ, നമ്മുടെ ഫാമിലി മെമ്പർ ആണെങ്കിൽ എന്നോട് നല്ലപോലെ വന്ന് സംസാരിക്കണം കേട്ടോ. എനിക്ക് അതുകൊണ്ടൊരു ചെറിയ സങ്കടം പോലെ തോന്നി. എന്താണെന്നറിയത്തില്ല, ചെറുതായിട്ട് ഇങ്ങനെ തോന്നി. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. അപ്പം എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എല്ലാവരെയും നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ആ ഒരു ഇത് വെച്ച് എനിക്ക് അറിയത്തുള്ളൂ. അപ്പം എന്നെ നിങ്ങൾ വീഡിയോയിൽ എപ്പോഴും കാണുന്നതല്ലേ. അപ്പം എന്നെ ആയാലും കുഞ്ഞിനെ ആയാലും നിങ്ങൾക്ക് എപ്പം വേണേലും ഞങ്ങളോട് ഒന്ന് സംസാരിക്കാം. എനിക്കതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. നിങ്ങളെയൊക്കെ എനിക്ക് ഇഷ്ടമാണോ? നിങ്ങളൊക്കെ എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ അങ്ങനെയൊക്കെ ഓരോ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കാണുമ്പോൾ തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ തോന്നുന്നത്. അതുകൊണ്ട് എന്നോട് വന്ന് സംസാരിക്കണം, നല്ല രീതിയിൽ തന്നെ സംസാരിക്കണം. ഞാൻ പിന്നെ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ നന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് പേര് എന്നോട് സംസാരിക്കേണ്ട രീതി വെച്ചിട്ടാണ് എനിക്ക് നിങ്ങളെയൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ പുറത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കാത്ത ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തോന്നൽ നിങ്ങൾക്ക് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ. നിങ്ങൾക്ക് എന്നോട് നന്നായിട്ട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബീച്ചിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. അവിടെ നമ്മൾ 1-2 സാധനങ്ങളൊക്കെ ഇങ്ങനെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നൊന്നും കഴിച്ചതുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് കപ്പയും പിന്നെ ബിരിയാണി നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കി കഴിക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. കുഞ്ഞൻ പറയുമായിരുന്നു പുറത്തുനിന്ന് കഴിക്കാൻ. ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ഇത്രയൊക്കെ കഴിച്ചില്ലേ, അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കേണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പിന്നെ അതൊക്കെ ചൂടാക്കി കഴിച്ചു. വേറെ ഒന്നും വെക്കാനുള്ള നിർവാഹം ഇല്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.